അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം ഇന്ന് അല്പസമയത്തെ തിരുവചന ധ്യാനത്തിന് വേണ്ടി നമുക്ക് വായിക്കാം. റോമാലേഖനം 10-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണം എന്ന് തന്നെ എൻ്റെ ഹൃദയവാഞ്ഛയും അവർക്കു വേണ്ടി ദൈവത്തോടുള്ള യാചനയും ആകുന്നു. പൗലോസ് എന്ന് പറഞ്ഞ ദൈവമനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ സുവിശേഷത്തിന് വേണ്ടി ജീവിച്ച മനുഷ്യനാണ്. നമുക്കെല്ലാവർക്കും അറിയാം. ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് നമ്മുടെ കർത്താവിൻ്റെ തേജസ്സിൻ്റെ ദർശനം താൻ അനുഭവിച്ച് ഈ ജീവനുള്ള കർത്താവിനെ രുചിച്ചറിഞ്ഞ് താൻ രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതലായി മാറിയ ആ നിമിഷം മുതൽ താൻ അറിഞ്ഞ ഈ സത്യത്തെ, താൻ മനസ്സിലാക്കിയ ഈ കർത്താവിനെ, ക്രിസ്തുവിലൂടെയുള്ള നിത്യ രക്ഷയെ എല്ലാ മനുഷ്യരും അറിയണം എന്നാഗ്രഹിച്ച ഒരു ദൈവദാസനാണ് പൗലോസ്. അങ്ങനെ താൻ ആഗ്രഹിച്ച കൂട്ടത്തിൽ തൻ്റെ സ്വന്തം ജനമായ ഇസ്രയേലും യഹൂദ ജനവും ഈ കാര്യം അറിയണം എന്ന് താൻ ആഗ്രഹിക്കുകയും, വെറും ആഗ്രഹം മാത്രമല്ല, അവിടെ എഴുതിയിരിക്കുന്നു, അതിനുവേണ്ടി എൻ്റെ ഹൃദയ വാഞ്ഛയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയും ആകുന്നു. ഇന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കാനായിട്ട് ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവജനമേ, ഞാനും നിങ്ങളും രക്ഷിക്കപ്പെട്ടവരും ഈ കർത്താവിനെ അറിഞ്ഞ് നിത്യ രക്ഷ പ്രാപിച്ച് രക്ഷയുടെ സന്തോഷം അനുഭവിക്കുന്നവരുമായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ചുറ്റുപാടുമുള്ള പ്രിയപ്പെട്ടവർ, നമ്മുടെ ഏറ്റവും അടുത്ത ആളുകൾ, നമ്മുടെ കുടുംബത്തിനകത്തുള്ളവർ, നമ്മുടെ ചാർച്ചക്കാർ, നമ്മുടെ ദേശം, ഇവിടെയുള്ള മനുഷ്യനൊക്കെ, എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടണം എന്ന ഒരു വലിയ ആഗ്രഹം പൗലോസിൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത് പോലെ ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയത്തിലൊന്നുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. പൗലോസ് പറയുക, അത് എൻ്റെ യാചനയാണ്. ആദ്യം പറഞ്ഞു എൻ്റെ ഹൃദയ വാഞ്ഛയാണ്, എൻ്റെ ഹൃദയത്തിനകത്തെ വലിയ ആഗ്രഹമാണ്. ഈ ഹൃദയവാഞ്ഛ എന്ന് പറയുന്നത് കേവലം ഒരു താല്പര്യമല്ല, പകരം ഒരിക്കലും മാറിപ്പോകാത്ത ഹൃദയത്തിനകത്തെ ആഴമേറിയ ഭാരമാണ്. ഈ ഭാരം പൗലോസിൻ്റെ ഹൃദയത്തിനകത്ത് കൊടുത്തത് നമ്മുടെ കർത്താവാണ്. ദൈവത്തിൻ്റെ ഭാരമാണ് പൗലോസ് അവിടെ പങ്കുവയ്ക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ ബന്ധുക്കളാകട്ടെ, ചാർച്ചക്കാരാകട്ടെ, നമ്മുടെ ദേശത്തുള്ളവരാകട്ടെ, അവർ രക്ഷിക്കപ്പെടണമെന്നുള്ളതിൻ്റെ ഒന്നാമത്തെ കാര്യം ദൈവം തമ്പുരാൻ നോക്കുന്നത് രക്ഷിക്കപ്പെട്ട നമുക്ക് ആ ആഗ്രഹമുണ്ടോ എന്നുള്ളതാണ്. എനിക്കപ്രകാരം ഒരു ഹൃദയവാഞ്ഛയുണ്ടോ? നമ്മുടെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? നമ്മുടെ പ്രിയപ്പെട്ടവരെക്കുറിച്ച്, നമ്മുടെ തലമുറകളെക്കുറിച്ച്, നമ്മുടെ ദേശത്തെക്കുറിച്ച്, നമ്മുടെ ചാർച്ചക്കാർ രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെക്കുറിച്ച് നമ്മുടെ ആഗ്രഹം എന്താണ്? നമ്മൾ ഈ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടല്ലേ? വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ, ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണമേ, സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ വഴികളെ തുറന്നു കൊടുക്കണമേ, മക്കളുടെ ഭാവി അതിൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കണമേ, അവർക്ക് നല്ല ഭാവി കൊടുക്കണമേ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചെയ്ത പല സന്ദേശങ്ങളും ആളുകൾ കേട്ടിട്ട് ധാരാളം ആളുകൾ പ്രാർത്ഥനയ്ക്കായി വിളിക്കാറുണ്ട്. അവരുടെയൊക്കെ ആഗ്രഹമെന്ന് പറയുന്നത് ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടണം, കടബാധ്യതയിൽ രക്ഷപ്പെടണം, തലമുറകളുടെ ഭാവി കെട്ടപ്പെട്ട് കിടക്കുന്നു, അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം, രോഗിയാണ്, സൗഖ്യം പ്രാപിക്കണം. ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. നമ്മൾ അത്തരം ആളുകൾക്ക് വേണ്ടി തുടർച്ചയായി
പ്രാർത്ഥിക്കുന്നവരുമാണ്. പക്ഷേ പൗലോസിൻ്റെ ചോദ്യം നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് ഇന്ന് പകലൊന്ന് ഇടിച്ചു കയറട്ടെ. പൗലോസ് പറയുക, എനിക്ക് അവരെക്കുറിച്ചുള്ള ആഗ്രഹം അവർക്ക് വീട് കിട്ടണം എന്നല്ല. എനിക്ക് അവരെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത ഭാരം അവരുടെ തലമുറകളുടെ ജോലിയല്ല. എൻ്റെ ഹൃദയത്തിൽ ഞാൻ അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം അവരുടെ ആരോഗ്യത്തെക്കുറിച്ചല്ല. എന്ന് വെച്ച് ഇതൊന്നും വലിയ കാര്യമില്ലാത്തതാണെന്നും അല്ല. അതെല്ലാം പ്രധാനമായിരിക്കുമ്പോൾ തന്നെ പൗലോസ് അപ്പോസ്തലൻ പറയുക, എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം ഭൗതികമായിട്ടുള്ളവരുടെ വിടുതലല്ല. അവൻ അതിനപ്പുറം എൻ്റെ ഹൃദയത്തിൽ അവരെ കുറിച്ചുള്ള വലിയ ഭാരമെന്ന് പറയുന്നത് അവർ രക്ഷിക്കപ്പെടണം. ഇന്ന് പകൽക്കാലം അതൊന്ന് ഏറ്റെടുക്കാൻ നമ്മളും തയ്യാറാകണം. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നവരാ. പക്ഷേ അതിനപ്പുറം വ്യക്തികൾ, കുടുംബങ്ങൾ രക്ഷിക്കപ്പെടണം. അതാണ് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമെന്ന് പൗലോസിൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത വാഞ്ച ഇന്ന് ഈ വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയിൽ വന്നിരിക്കുന്ന ദൈവജനത്തിൻ്റെ അകത്ത് വ്യാപരിക്കട്ടെ. നമ്മുടെ ദേശത്തിലെ ആളുകൾ ഭൗതികമായി അനുഗ്രഹിക്കപ്പെടണം. നിശ്ചയമായി നമ്മുടെ ദേശത്തിലെ ആളുകൾ, കുടുംബങ്ങൾ, ആമേനല്ലേ, അവിടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. നിശ്ചയമായും സത്യമാ. ഭവനമില്ലാത്തവർക്ക് ഭവനം ഉണ്ടാകണം. സത്യമാ. പക്ഷേ ഇതിനെല്ലാം അപ്പുറമായി ഈ ദേശത്തെ ജനങ്ങൾ രക്ഷിക്കപ്പെടണം. പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന്, നിത്യന്യായവിധിയിൽ നിന്ന് അവർ രക്ഷപ്പെട്ട ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന നിത്യ രക്ഷയ്ക്ക് അവരൊക്കെ യോഗ്യരായി മാറണമെന്ന് പ്രാർത്ഥിക്കാനുള്ള ഹൃദയ താല്പര്യം നമ്മുടെ അകത്തുണ്ടോ എന്നതാണ് ഇന്ന് പകൽക്കാലം എനിക്ക് ഈ വചനത്തിലൂടെ നിങ്ങളെ പ്രബോധിപ്പിക്കാനുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് പൗലോസ് പറയുന്ന ഈ പങ്കുവയ്ക്കുന്ന ഈ പൗലോസിന്റെ ആഗ്രഹം അല്ലെങ്കിൽ ഹൃദയത്തിലെ താല്പര്യം അത് പോളിൻ്റെ ആഗ്രഹം മാത്രമല്ല, അത് സാക്ഷാൽ നമ്മുടെ കർത്താവിൻ്റെ ആഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ആഗ്രഹമാണ്, അല്ലേ? ദൈവത്തിൻ്റെ ആഗ്രഹം എന്താ? ദൈവത്തിൻ്റെ ഹൃദയം പറയുന്നത് എന്താ? 1 തിമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. വായിക്കാം. അവിടെ ഇങ്ങനെ വായിക്കുന്നു, അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. കേട്ടോ, നമ്മുടെ കർത്താവിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം അവിടെ വെളിപ്പെടുത്തുകയാ. സകല മനുഷ്യരും, ഏതെങ്കിലും ഒരു ഗ്രൂപ്പാണോ? ഏതെങ്കിലുമൊക്കെ അല്ലെ സെലക്റ്റീവായിട്ടുള്ള ആളുകളാണോ? ഏതെങ്കിലും ഒരു ജാതിയാണോ? അല്ല. വചനം പറയുന്നു, ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുവാനും ദൈവം ഇച്ഛിക്കുന്നു. ഇന്ന് പകൽക്കാലം എൻ്റെ പ്രിയപ്പെട്ടവരെ, വചനം കേൾക്കുന്നവരെ, ദൈവത്തിൻ്റെ ആഗ്രഹം എല്ലാവർക്കും വീടുണ്ടാകണമെന്നോ, എല്ലാവരും രോഗം സൗഖ്യമാകണമെന്നോ, എല്ലാവർക്ക് ഭൗതിക അനുഗ്രഹം ഉണ്ടാകണമോ എന്നൊന്നുമല്ല എന്ന് ഇന്ന് പകൽ എത്ര പേര് തിരിച്ചറിയാം? അതൊന്നും ആവശ്യമില്ലെന്നല്ല ഈ ദൂതിന്റെ അർത്ഥം. ദൈവം തമ്പുരാൻ നോക്കുന്നത് മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്താണ്? മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അവൻ മനുഷ്യൻ ഭാവികളാ, അവൻ ദൈവമില്ലാത്തവരാ, നിത്യ ന്യായവിധിക്കറുതരാ. അതുകൊണ്ട് ദൈവം നോക്കുന്നത് അവൻ പണക്കാരനാകട്ടെ, പാവപ്പെട്ടവനാകട്ടെ, ആണാകട്ടെ, പെണ്ണാകട്ടെ, വിദ്യാഭ്യാസം ഉള്ളവനാകട്ടെ, ഇല്ലാത്തവനാകട്ടെ, തമ്പുരാൻ ആഗ്രഹിക്കുന്ന ഒരേ കാര്യം എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടണമെന്നും എല്ലാവരും അവൻ സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തണമെന്നും നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ടോ? ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുക, നമ്മുടെ ഹൃദയത്തിൽ ആ ആഗ്രഹം വരണം. പൗലോസ് പറയുക, അവർ രക്ഷിക്കപ്പെടണമെന്നുള്ളത് തന്നെയാണ് എൻ്റെ ഹൃദയ വാഞ്ച. പത്രോസിന്റെ ലേഖനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. 2 പത്രോസ് 3:9 ദൈവത്തിൻ്റെ ഹൃദയമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വായിക്കാം. 2 പത്രോസ് 3:9. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. യേശു കർത്താവ് എന്തുകൊണ്ടാ ഇതുവരെ മടങ്ങി വരാത്തത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് വരാൻ താമസിക്കുന്നതിൻ്റെ കാരണം പത്രോസ്ലീഹയിലൂടെ വെളിപ്പെടുത്തിയിരിക്കുക. ആമേൻ. കർത്താവ് വരാത്തതിൻ്റെ കാരണം വായിക്കാം. ആരും നശിച്ചു പോകാതെ
എല്ലാവരും മനസ്സാന്തരപ്പെടുവാൻ ഇച്ഛിച്ചിട്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കണ്ടോ, ദൈവത്തിൻ്റെ ആ വലിയ ദയ നോക്കിക്ക്, ദൈവത്തിൻ്റെ ഹൃദയത്തിലെ മനുഷ്യനോടുള്ള താല്പര്യം നോക്കിക്ക്. ആരും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷിക്കപ്പെടാൻ, എല്ലാവരും കർത്താവിനെ അറിയുവാൻ, എല്ലാവരും നിത്യശിക്ഷയിൽ നിന്ന് മാറി ക്രിസ്തുവിലൂടെ രക്ഷ കണ്ടെത്തി നിത്യജീവൻ അവകാശികളായി തീരാൻ ആഗ്രഹിച്ചിട്ട് ദൈവം തമ്പുരാൻ ദീർഘക്ഷമയുള്ളവനായതുകൊണ്ട് അവൻ ഇന്നുവരെയും വരാതിരിക്കുന്നത്. അവൻ വരാതിരിക്കുമ്പോൾ ദൈവസഭ ഏറ്റെടുത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവ് വരുന്നതിന് മുമ്പ് എത്താവുന്നിടത്തോളം മുഴുവൻ എത്തി ഏതെല്ലാം വ്യക്തികളുടെ അടുക്കിലേക്ക് ചെല്ലാമോ അവിടെയെല്ലാം ചെന്ന് ഈ നിത്യ രക്ഷയെക്കുറിച്ച്, ഈ സത്യ സുവിശേഷത്തെ കുറിച്ച് ആളുകളെ ബോധ്യപ്പെടുത്തണം, അവരെ രക്ഷയിലേക്ക് നയിക്കണം. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും അറിയാവുന്ന വിശ്വപ്രസിദ്ധമായ ബൈബിളിലെ വാക്യം യോഹന്നാൻ 3:16 എല്ലാവർക്കും അറിയാം. എന്താ? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ സ്നേഹം ആരും നശിക്കരുതെന്ന ഇന്ന് പകൽക്കാലം പൗലോസും പറയുക, സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണം എന്നുള്ളത് തന്നെ എൻ്റെ ഹൃദയവാഞ്ച. ഇന്ന് പകൽ നിങ്ങളുടെ ഹൃദയത്തിനകത്തെ ആഗ്രഹം എന്താണ്? സ്തോത്രം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ രക്ഷിക്കപ്പെടണമെന്ന വാഞ്ചയോടെയാണോ ഈ നാലയത്തിനകത്തിരിക്കുന്നത്? ഒരു പക്ഷേ നിങ്ങൾ വിട്ടുപോകുന്ന സഭാവിഭാഗങ്ങളിൽപ്പെട്ട മറ്റേതെങ്കിലും ആകട്ടെ, ക്രൈസ്തവ വിഭാഗങ്ങൾ തന്നെ ആയിക്കൊള്ളട്ടെ, രക്ഷിക്കപ്പെടാത്തവരുണ്ടെങ്കിൽ, രക്ഷകനെ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ, ഒരു പക്ഷേ പള്ളിയിലൊക്കെ പോകുന്നവരായിരിക്കാം, ആരാധിക്കാൻ പോകുന്നവരായിരിക്കാം, പക്ഷേ അവർ രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അവർ രക്ഷിക്കപ്പെടണം എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ഹൃദയവാഞ്ച. ഇന്ന് പകൽക്കാലം ഈ വാഞ്ച, ഈ ഹൃദയത്തിനകത്തെ ആഗ്രഹം എങ്ങനെ ലഭിക്കും എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഈ ഭാരം ദൈവത്തിൻ്റെതാ. ഞാൻ പറഞ്ഞല്ലോ, ആരും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത് ദൈവമാണ്. അതുകൊണ്ട് ദൈവം താൻ ഇച്ഛിക്കുന്നവർക്ക്, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർക്ക് തൻ്റെ ഭാരം അവരുടെ ഹൃദയത്തിലേക്ക് ദൈവം നൽകും. ഹല്ലേലൂയ. അങ്ങനെ ഒരു വ്യക്തിയുടെ ഹൃദയത്തിനകത്തേക്ക് ആത്മാക്കളെ കുറിച്ചുള്ള ഭാരം വരുമ്പോൾ, ദേശത്തെക്കുറിച്ചുള്ള ഭാരം വരുമ്പോൾ, വ്യക്തികളെ കുറിച്ചുള്ള ഭാരം വരുമ്പോൾ, ഇവിടെ പൗലോസ് തന്റെ ചാർച്ചക്കാരെ കുറിച്ചുള്ള ഭാരം അവന്റെ അകത്തു വന്നപ്പോൾ അവന് പിന്നെ അടങ്ങിയിരിക്കാൻ പറ്റുകയില്ല, അവന് പിന്നെ മിണ്ടാതിരിക്കാൻ പറ്റുകയില്ല. അവൻ്റെ ഹൃദയഭാരം അത് യാചനയായി, പ്രാർത്ഥനയായി പുറത്തേക്ക് വരിക. ആദ്യത്തെ ഭാഗം. അതിനുവേണ്ടി അവൻ എന്ത് ചെയ്തു? അവിടെ വായിക്കുന്നത് അവർ രക്ഷിക്കപ്പെടണം എന്നുള്ളത് തന്നെ എൻ്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള എൻ്റെ യാചനയും ആകുന്നു. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പൗലോസ് അപ്പോസ്തലന്റെ ഹൃദയത്തിനകത്ത് ഈ ഭാരം കടന്നു വന്നപ്പോൾ പൗലോസ് പിന്നെ മൗനമായിരുന്നില്ല. ഭാരം വന്നാൽ ആ ഭാരം ദൈവസന്നിധിയിൽ കൊണ്ടിറക്കി വെക്കണം. ഹല്ലേലൂയ. ഇന്നിപ്പോൾ ചില വ്യക്തികളെ കുറിച്ച്, ചില കുടുംബങ്ങളെ കുറിച്ച്, ദേശത്തെക്കുറിച്ച്, തലമുറകളെ കുറിച്ച്, നഷ്ടപ്പെടുന്നവരെ കുറിച്ച്, ആരുമില്ലാത്തവരെ കുറിച്ച് ഓർത്ത്, തകർന്നു പോകുന്നവരെ കുറിച്ച് ഓർത്ത് ഒരു ഭാരം നിന്റെ അകത്ത് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാല പൗലോസിനോട് ചേർന്ന് ആ ഹൃദയ ഭാരം കണ്ണുനീരോടെ, പ്രാർത്ഥനയോടെ ദൈവം മുമ്പാകെ ഇറക്കി വെക്കുക. നിയോഗമേറ്റെടുത്ത് പ്രാർത്ഥനയ്ക്ക് മുഴങ്കാലും മടക്കിയാൽ നിശ്ചയമായും നിന്റെ യാതന കേട്ട്, നിന്റെ കണ്ണുനീര് കണ്ട്, നിന്റെ പ്രാർത്ഥന കണ്ട് ദൈവത്തിന്റെ നിത്യ രക്ഷയിലേക്ക് ദൈവം ചിലരെ അടുപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താൽ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ പൗലോസിനെ കുറിച്ച് ഇങ്ങനെ പഠിച്ചപ്പോൾ പൗലോസിൻ്റെ ഹൃദയത്തിലെ ഭയങ്കരമായ ആഗ്രഹം, ആളുകൾ രക്ഷിക്കപ്പെടണം, ആളുകൾ രക്ഷകനെ കണ്ടെത്തണം എന്നുള്ള ആഗ്രഹം ഹൃദയത്തിനകത്ത് നിറച്ചു കൊണ്ട് നടക്കുന്ന മനുഷ്യനായിരുന്നു. അതിനുവേണ്ടി കരയാൻ പൗലോസ് തയ്യാറായിരുന്നു. അതിവിടെ യാചന
നിരന്തരമായി ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആളുകൾ രക്ഷിക്കപ്പെടണം, അതിനുവേണ്ടി കണ്ണുനീരോടെ അപേക്ഷിക്കുന്ന ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു പൗലോസ് അപ്പോസ്തലൻ. ഹല്ലേലൂയ. എല്ലാ പ്രാർത്ഥനയിലും പൗലോസിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് എല്ലാവരും ഈ പരിജ്ഞാനത്തിലെത്തണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസിൻ്റെ ലൈഫ് പരിശോധിച്ചാൽ ഇങ്ങനെ ആളുകൾ രക്ഷിക്കപ്പെടണം, ആളുകൾ വിടുവിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ച് തൻ്റെ ആഗ്രഹം ദൈവമുമ്പാകെ പ്രകടിപ്പിച്ചത് ലേഖനങ്ങളിലൂടെ, തൻ്റെ അനുഭവങ്ങളിലൂടെയൊക്കെ പറഞ്ഞത് നമുക്ക് വളരെ അത്ഭുതകരമായ ഒരു പഠനമാണ്. റോമാലേഖനം 11-ാം അധ്യായത്തിൻ്റെ 13 മുതൽ ഉള്ള വാക്യം, 13-14 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. 11-ാം അധ്യായം 13-14. എന്നാൽ ജാതികളായ നിങ്ങളോട് ഞാൻ പറയുന്നത്, ജാതികളുടെ അപ്പോസ്തലനായിരിക്കാൻ ഞാൻ എൻ്റെ സ്വജാതിക്കാർക്ക് വല്ല വിധേനയും സ്പർദ്ധ ജനിപ്പിച്ച് അവരിൽ ചിലരെ രക്ഷിക്കാമെങ്കിലോ എന്ന് വെച്ച് തന്നെ ഞാൻ എൻ്റെ ശുശ്രൂഷയെ പുകഴ്ത്തുന്നു. സ്തോത്രം. പൗലോസ് പറയുക, എല്ലാവരും കേൾക്കില്ല, പക്ഷേ ചിലരെയെങ്കിലും എൻ്റെ സ്വജാതിക്കാരിൽ ചിലരെയെങ്കിലും, എൻ്റെ ചാർച്ചക്കാരിൽ ചിലരെയെങ്കിലും ഈ വിശ്വാസത്തിൽ കൊണ്ടുവരാമോ എന്ന് വെച്ച് ഞാൻ എൻ്റെ ശുശ്രൂഷയെ പുകഴ്ത്തുന്നു. നോക്കിയേ, പൗലോസ് അപ്പോസ്തലൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം, ചിലരെയെങ്കിലും എനിക്ക് വിടുവിച്ചെടുക്കണം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന എൻ്റെ ആഗ്രഹം. അത് പൗലോസ് ഇവിടെ പറഞ്ഞു, അല്ലേ പ്രിയമുള്ളവരെ? അവരെല്ലാവരും എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടണം. പക്ഷേ നമുക്കറിയാം, എല്ലാവരും ഇത് അംഗീകരിച്ചെന്ന് വരില്ല. എല്ലാവരും പൗലോസിന്റെ സുവിശേഷം സ്വീകരിച്ചില്ല. പലരും പൗലോസിനെ ഉപദ്രവിച്ചു, പൗലോസിന് വിരുദ്ധമായി പ്രവർത്തിച്ചു, അവന്റെ സുവിശേഷത്തെ കാളിയാക്കി, അവനെ തല്ലി ഉപദ്രവിച്ചു. പക്ഷെ പൗലോസ് പറയുക, ഇല്ല, ഞാൻ തൊട്ട് പിന്മാറാൻ തയ്യാറല്ല, വിട്ടുമാറാൻ തയ്യാറല്ല, ചിലരെങ്കിലും നേടാൻ. ഈ ആഗ്രഹം നമ്മുടെ ഹൃദയത്തിനകത്തൊന്ന് കയറുമോ? നിങ്ങളുടെ ഹൃദയത്തിനകത്ത് കയറുമോ? കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ ഈ ഭാരം നിങ്ങളുടെ അകത്ത് നൽകും. അതുകൊണ്ട് 1 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ 9:19 മുതൽ. പൗലോസ് പറയുക, ഇങ്ങനെ ഞാൻ കേവലം സ്വതന്ത്രനെങ്കിലും അധികം പേരെ നേടേണ്ടതിന് ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും ദാസനാക്കി. നോക്കണേ, പൗലോസ് അപ്പോസ്തലന്റെ ഹൃദയത്തിലെ ആഗ്രഹം എല്ലാവരും രക്ഷിക്കപ്പെടാൻ ആഗ്രഹിച്ച മനുഷ്യൻ, ആമേൻ സ്തോത്രം, സുവിശേഷത്തിന് വേണ്ടി തന്നെ തന്നെ രൂപപ്പെടുത്തുന്നതിനെ കുറിച്ച്, പരുവപ്പെടുത്തുന്നതിനെ കുറിച്ച് പൗലോസ് അവിടെ സംസാരിക്കുന്നത്. സുവിശേഷം മാറ്റാൻ താൻ തയ്യാറായില്ല. ആരെങ്കിലുമൊക്കെ രക്ഷിക്കപ്പെടുത്താൻ അല്ലെങ്കിൽ വിശ്വാസത്തിൽ കൊണ്ടുവരാൻ വേണ്ടി സുവിശേഷത്തിനകത്ത് എന്തെങ്കിലും ഭേദഗതി ചെയ്യുവാൻ പൗലോസ് ആഗ്രഹിച്ചില്ല. അങ്ങനെ ഭേദഗതി ചെയ്യാൻ പാടില്ല എന്ന് പൗലോസിനറിയാം. പക്ഷേ താൻ തന്നെ തന്നെ, ആമേനല്ലേ, തൻ്റെ ജീവിതത്തെ ആമേനല്ലേ പരുവപ്പെടുത്തുകയാ. അവിടെ വായിക്കുന്നത്, യഹൂദനെ നേടേണ്ടതിന് ഞാൻ യഹൂദന്മാരിൽ യഹൂദനെ പോലെയായി. ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ളവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ളവനല്ല എങ്കിലും ന്യായപ്രമാണത്തിന് കീഴിലുള്ളവർക്ക് ന്യായപ്രമാണമുള്ളവനെ പോലെ ഞാനായി. സ്തോത്രം. പൗലോസ് അപ്പോസ്തലന്റെ ആഗ്രഹം ഇത്രയേ ഉള്ളൂ, എങ്ങനെയും ചിലരെ നേടണം. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയും ചിലരെ രക്ഷയിലേക്ക് കൊണ്ടുവരണം. തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ള വേദഭാഗമാണ് വാസ്തവത്തിൽ ഇത്. എങ്ങനെയും ആളുകളെ നേടാൻ നമുക്ക് ഏതൊക്കെ തരത്തിൽ മുന്നോട്ട് പോകാം? വലിയ ചോദ്യമാണ്. പ്രൈസ് ദി ലോർഡ്. സുവിശേഷത്തിൻ്റെ നല്ല വക്താക്കളാക്കി രക്ഷയിലേക്ക് ആളുകളെ നേടേണ്ടതിന് ചെയ്യാവുന്ന തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ
ചെയ്യാൻ പൗലോസ് ഒരുക്കമായിരുന്നു. പക്ഷെ അതൊരിക്കലും വചനത്തിന് വിട്ടുവീഴ്ച ചെയ്യുന്നതായിരുന്നില്ല, സുവിശേഷത്തിന് വ്യത്യാസം വരുത്തിയായിരുന്നില്ല. പകരം താൻ തന്നെ ദാസനാക്കി. സ്തോത്രം. തന്നെ ന്യായപ്രമാണത്തിന് കീഴുള്ളവനല്ലെങ്കിലും ന്യായപ്രമാണത്തിന് കീഴുള്ളവനായി തന്നെയാക്കി. ലക്ഷ്യമൊന്നേ ഉള്ളൂ, അവൻ ചിലരെ നേടണം. എത്രവർക്ക് ഇന്ന് പകൽ സന്തോഷമുണ്ട്? ഇന്ന് പകൽ ആളുകൾ രക്ഷിക്കപ്പെടണം. അതിന് നാം നമ്മെ തന്നെ രൂപപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ഞാനിന്ന് ചിന്തിക്കുകയാണ്, നമ്മൾ ആളുകളെ നേടണമെങ്കിൽ പലപ്പോഴും അവരുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടത് ആവശ്യമാണ്. അവരുടെ ഇല്ലായ്മകളിലേക്കൊക്കെ ഇറങ്ങിച്ചെല്ലേണ്ടത് ആവശ്യമാണ്. അവരുടെ സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടത് ആവശ്യമാണ്. ആരുടെയും പാപത്തിന് പങ്കാളികളാകാതെ, അല്ലേ, ചെല്ലാവുന്നിടത്തോളം ക്രിസ്തുവിൻ്റെ സ്വഭാവം ധരിച്ച് ആമേൻ ഇറങ്ങിച്ചെല്ലുവാൻ, അല്ലേ, ഒന്നിച്ച് ചേരുവാൻ, കൂടെ ചേർന്ന് നിൽക്കാൻ ആത്മാവിൻ്റെ കൃപ പ്രാപിച്ചവർക്ക് മാത്രമേ ഈ ദിവസങ്ങളിൽ ചിലരെ നേടിയെടുക്കാൻ പറ്റൂ. പറയുക ആമേൻ, ഞാൻ എന്നെ തന്നെ എന്ത് ചെയ്തു? ദാസനാക്കി മാറ്റി. സ്തോത്രം. നമ്മളാരും യജമാനന്മാരല്ല കേട്ടോ. ഇന്ന് പകൽ ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായി ഞാനും നിങ്ങളും ഒന്നും മാറിയെങ്കിലേ ആളുകളെ സ്വാധീനിക്കാൻ പറ്റുകയുള്ളൂ, ആളുകളിലേക്ക് ഈ ക്രിസ്തുവിൻ്റെ സ്നേഹം പകരുവാൻ പറ്റുകയുള്ളൂ. ഇന്ന് പകൽക്കാലം അത് ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അതുപോലെ 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ, 2 കൊരിന്ത്യർ 5:14 മുതലുള്ള വാക്യങ്ങൾ, അവിടെ പറയുന്നു, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ഇപ്പൊ പൗലോസ് പറയുക, ഈ ആത്മാക്കളെ കുറിച്ചുള്ള ഭാരം, ആളുകൾ രക്ഷിക്കപ്പെടണമെന്ന ഞങ്ങളുടെ ഹൃദയത്തിലെ വാഞ്ചയുടെ പിന്നിലെ ആ രഹസ്യം പൗലോസ് പറയുക, ഇതൊരു നിർബന്ധമാ. പൗലോസ് പറയുന്നുണ്ട് റോമാലേഖനത്തിൽ, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ഇവിടെ പറയുന്നു, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ഇന്ന് പകൽക്കാലം ആളുകൾ വിടുവിക്കപ്പെടണമെങ്കിൽ, ആളുകൾ രക്ഷിക്കപ്പെടണമെങ്കിൽ, സുവിശേഷവുമായിട്ട് പോകണമെങ്കിൽ, സുവിശേഷത്തിന്റെ വക്താവായി മാറണമെങ്കിൽ, ആളുകൾ രക്ഷിക്കപ്പെടാൻ പ്രാർത്ഥിക്കണമെങ്കിൽ, അതിന് ക്രിസ്തുവിന്റെ സ്നേഹത്താൽ ഒരു നിർബന്ധം അകത്തുണ്ടാകണം. എത്ര പേരെ ഇന്ന് പകൽക്കാലം കർത്താവിന്റെ സ്നേഹം നിർബന്ധിക്കുന്നുണ്ട്? നമുക്ക് പറയാം, കർത്താവേ, ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ആളുകളുടെ അടുക്കിലേക്ക് ജീവന്റെ വചനവുമായി പോകാൻ, ഞങ്ങളെ തന്നെ അല്ലേ ദാസന്മാരാക്കി മാറ്റുവാൻ, ഞങ്ങളെ തന്നെ ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരാക്കി മാറ്റുവാൻ അവിടുത്തെ സ്നേഹം ഞങ്ങളെ ഒന്ന് നിർബന്ധിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് ഒന്ന് പ്രാർത്ഥിക്കാനിടയാകുമോ? സ്തോത്രം. അവിടെ അതിനകത്ത് പറയുന്നത് 19-ാമത്തെ വാക്യം, ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ആ നിരപ്പിൻ്റെ വചനം ഞങ്ങളുടെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നു. 20-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. പൗലോസ് എല്ലാവരോടും വിളിച്ചു പറയുക, ക്രിസ്തുവിന് പകരം ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളായി നിന്നുകൊണ്ട് അവൻ വിളിച്ചു പറയുക, ദൈവത്തോട് നിരന്നുകൊള്ളുവേ. അവൻ ഇന്ന് പകൽക്കാലം ദൈവവൈതലേ, പൗലോസിന്റെ ആഗ്രഹം, സകല മനുഷ്യരും പാപത്താൽ ദൈവത്തിൽ നിന്ന് അകന്നു പോയവര് ക്രിസ്തുവിലൂടെ ദൈവത്തോട് നിരക്കണം. ആ നിരപ്പിന്റെ വചനം ദൈവം ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുക. ഞങ്ങൾ ക്രിസ്തുവിന്റെ സ്ഥാനാപതികളാണ്. അതുകൊണ്ട് ഞങ്ങൾ പ്രഖ്യാപിക്കുക, സകല മനുഷ്യരോടും പറയുക, ദൈവത്തോടും നിരന്നുകൊള്ളുക. ജീസസ്. പൗലോസ് ആളുകൾ രക്ഷിക്കപ്പെടാൻ ഒത്തിരി ആഗ്രഹിച്ച മനുഷ്യൻ, അതിനുവേണ്ടി ഈ നിരപ്പിന്റെ ശുശ്രൂഷ ഏറ്റെടുത്ത മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ്. തിമോഥെയോസിന്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ ഉള്ള വാക്യങ്ങൾ വായിക്കാം. അവിടെ പൗലോസ് പറയുന്നു, എന്നാൽ നാം സകല മനുഷ്യർക്കും നാം സർവ ഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന്, വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണമെന്ന്
സകലത്തിനും മുമ്പേ ആമേൻ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. സ്തോത്രം. എന്താ പ്രബോധിപ്പിക്കുന്നത്? തീർന്നില്ല. 4-ാമത്തെ വാക്യം നമ്മൾ നേരത്തെ വായിച്ച വാക്യമാണ്, എങ്കിലും ഒന്നുകൂടെ വായിക്കാം. അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. അതുകൊണ്ടാണ് രാജാക്കന്മാർക്കും അധികാരസ്ഥന്മാർക്കും സകല മനുഷ്യനും വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ദൈവം ആഗ്രഹിക്കുന്നു, രാജാവായാലും കൊള്ളാം, ആമനല്ലേ, തൊഴിലാളിയാണെങ്കിലും കൊള്ളാം, വലിയവനാണെങ്കിലും ചെറിയവനാണെങ്കിലും ആമൻ എല്ലാവരും രക്ഷിക്കപ്പെടണം, സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തണം. എങ്കിലേ ആമൻ സ്തോത്രമല്ലേ, ആമൻ സ്വസ്ഥതയുള്ളൊരു ജീവിതം, സമാധാനമുള്ളൊരു ജീവിതം, ക്രിസ്തുവിനെ അറിഞ്ഞ് ആമൻ ദൈവ സമാധാനത്തിൽ ജീവിക്കുവാനിട ാകുള്ളൂ. ഇന്ന് പകൽക്കാലം ആമൻ അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ആമൻ നാം കാണുന്ന പലർക്കും സമാധാനമില്ല കേട്ടോ. നമ്മൾ കാണുന്ന ഉന്നതന്മാരെന്ന് പറയുന്ന പലർക്കും സ്വസ്ഥതയില്ല കേട്ടോ. നമ്മൾ ഈ കാണുന്ന ഒത്തിരി പണമൊക്കെ ഉണ്ടെന്ന് പറയുന്നവരൊക്കെ ഭവനത്തിന് അകത്തളത്തിൽ നീറുന്ന അനുഭവത്തിൽ ആമൻ നൂറുകണക്കിന് ആളുകൾ ആമൻ നമ്മോട് പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. പൈസയ്ക്ക് കുറവുണ്ടായിട്ടല്ല, ആമൻ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട്, പക്ഷേ സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ ആമൻ ജീവിക്കുന്ന ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. അവൻ അവർക്ക് എവിടെ നിന്ന് സ്വസ്ഥത കിട്ടും? ആര് സമാധാനം കൊടുക്കും? ഞാൻ നിങ്ങളോട് പറയാ, അവൻ സ്വസ്ഥത സമാധാനം എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ടവരുടെ അവകാശമാണ്. ക്രിസ്തു പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകം തരുന്നത് പോലെ അല്ല എന്ന് പറയുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ അവൻ ലോകത്ത് അവൻ സ്തോത്ര പണമില്ലെങ്കിൽ, അവൻ പ്രതിസന്ധി ഒത്തിരി ഉണ്ടെങ്കിൽ, സന്തോഷത്തോടെ കിടന്നുറങ്ങുന്ന ഒരു കൂട്ടമുണ്ടെങ്കിൽ അത് രക്ഷിക്കപ്പെട്ടവരാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നമുക്ക് പ്രശ്നമില്ലാഞ്ഞിട്ടല്ല, രോഗമില്ലാഞ്ഞിട്ടല്ല, പ്രതികൂലങ്ങളില്ലാഞ്ഞിട്ടല്ല. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും രക്ഷിക്കപ്പെട്ടവൻ്റെ അകത്തൊരു കാര്യമുണ്ട്, അവൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഒരുവനുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരീക്ഷകൾ വരും, പ്രശ്നങ്ങൾ വരും, പക്ഷേ ആമൻ സ്വത്ര പരീക്ഷയോടുകൂടെ പോക്കുവഴി ഉണ്ടാക്കുന്ന ഒരുവൻ കൂടെയുണ്ട്. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എന്തുകൊണ്ടാണ് പൗലോസ് രക്ഷിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നത് ചോദിച്ചാൽ, രക്ഷിക്കപ്പെട്ടവൻ്റെ ഗുണങ്ങളുണ്ട് കേട്ടോ, അവനുള്ള പ്രയോജനങ്ങളുണ്ട്. രക്ഷിക്കപ്പെട്ടവൻ അനുഭവിക്കുന്ന പറഞ്ഞു തീരാത്ത അവൻ മഹത്വമുണ്ട്, അവൻ അനുഭവിക്കുന്ന സ്വർഗീയ സന്തോഷമുണ്ട്. അതിൻ്റെ കാര്യം ഓർക്കുമ്പോഴാണ് പൗലോസ് പറയുന്നത്, ഞാൻ അനുഭവിക്കുന്ന ഈ സ്വർഗീയ സന്തോഷം അവരും അനുഭവിക്കണം. അപ്പോൾ തന്നെ രക്ഷിക്കപ്പെടാത്തവൻ എവിടെ കിടക്കുന്നു? അവൻ ദൈവത്തിൽ നകന്ന് നിത്യ ശിക്ഷാവിധിക്കകത്ത് കിടക്കുക, ദൈവ കോപത്തിനകത്ത് കിടക്കുക, സമാധാനമില്ലാതെ കിടക്കുക, ദൈവത്തിൽ നകന്ന് കിടക്കുക, ദൈവമില്ലാതെ ജീവിക്കുക. എത്ര ദുരന്തപൂർണമായ അവസ്ഥ! അവൻ ഇന്ന് പകൽക്കാലം അതിന് നടുവിൽ പൗലോസ് നിന്നുകൊണ്ട് പറയുക, സകല രാജാക്കന്മാർക്ക് വേണ്ടി, സകല അധികാരസ്ഥന്മാർക്ക് വേണ്ടി, അവൻ എല്ലാ മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം എല്ലാവരും രക്ഷിക്കപ്പെടാൻ സത്യത്തിന്റെ പരിജ്ഞാനത്തിലെത്താൻ ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നു എന്ന് അവൻ നല്ല ദൈവത്തിന്റെ ഭാരം അകത്തളത്തിൽ ഏറ്റെടുത്ത പൗലോസ് എന്ന മനുഷ്യൻ നമ്മെ പ്രബോധിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായം 24-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലന്റെ ഹൃദയത്തിലെ മറ്റൊരു താല്പര്യം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വായിക്കാം. 20:24. പൗലോസ് പറയുക, എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ പശ്ചാത്തലം, താന് യെരുശലേമിലേക്ക് പോകാൻ പോകുകയാണ്. യെരുശലേമിലേക്ക് പോകുമ്പോൾ പ്രവാചകനായ അഗബോസ് വന്നു പറഞ്ഞു, നീ യെരുശലേമിലേക്ക് പോകരുത്, അവിടെ വെച്ച് യഹൂദന്മാർ നിന്നെ പിടിച്ചു കെട്ടി ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കും. ഫിലിപ്പോസിന്റെ പുത്രിമാർ, പ്രവാചകികളായ പുത്രിമാരുണ്ടായിരുന്നു. എന്താണ്? പൗലോസേ, നീ യെരുശലേമിലേക്ക് പോകരുത്, അവിടെ പോയാൽ നിനക്ക് വലിയ കഷ്ടമുണ്ടാകും, പ്രയാസമുണ്ടാകും. പൗലോസ് ഇതെല്ലാം കേട്ടേച്ച് പറഞ്ഞു, അല്ലേ, ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയണമെന്നും കർത്താവായ യേശു തന്ന ശുശ്രൂഷ തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. പൗലോസ് പറയുക, ഞാൻ പോവും, ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല, പകരം ഈ ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയണമെന്ന കർത്താവായ യേശു എനിക്ക് തന്നൊരു ശുശ്രൂഷയുണ്ട്, ആ ശുശ്രൂഷ എനിക്ക് തികയ്ക്കണം. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, തൻ്റെ ജീവനേക്കാൾ താൻ വില കൽപ്പിച്ചത്
കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷ തികയ്ക്കുന്നതിനാണ്. എന്താ സുവിശേഷം? ആ ശുശ്രൂഷ എന്താ? ദൈവകൃപയുടെ സുവിശേഷം ആളുകളെ അറിയിക്കുക. ആളുകളെ രക്ഷിക്കപ്പെടുന്നത് കാണണം, ആളുകൾ വിടുതൽ പ്രാപിക്കുന്നത് കാണണം. തൻ്റെ ജീവനേക്കാൾ താൻ അതിന് വില വെച്ചു. ഇന്ന് വചനം കേൾക്കുന്നവരെ, നമ്മുടെ ഹൃദയത്തിനകത്ത് ആമേനല്ലേ ആളുകൾ രക്ഷിക്കപ്പെടുന്നതിനെക്കുറിച്ചുള്ള ഭാരം അകത്തുണ്ടാകട്ടെ. സ്വന്തം ജീവിതം സുരക്ഷിതമാക്കാനുള്ള ഓട്ടത്തിലായി ഇന്ന് മനുഷ്യൻ. തങ്ങളുടെ ശുശ്രൂഷ, തങ്ങളുടെ ജീവിതമൊക്കെ സ്വന്തം സുരക്ഷ വർദ്ധിപ്പിക്കാനും തൻ്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി മനുഷ്യൻ ആഗ്രഹിച്ചുകൊണ്ട് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. ശുശ്രൂഷകളാകട്ടെ, ജീവിതമാകട്ടെ, എല്ലാം തങ്ങളുടെ സുഖത്തിനും സൗകര്യങ്ങളും വർദ്ധിപ്പിക്കാനും അതൊക്കെ മെച്ചമാക്കാനും വേണ്ടി ആഗ്രഹിക്കുമ്പോൾ ഒരുവൻ സ്വന്തം പ്രാണനെ വില അല്ലേ ത്യജിച്ചുകൊണ്ട് സുവിശേഷത്തിൻ്റെ, ദൈവകൃപയുടെ സുവിശേഷത്തിന് വേണ്ടി ഓടാൻ തയ്യാറായി നിൽക്കുന്ന പൗലോസിൻ്റെ ഹൃദയം ഇന്ന് പകൽ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇത് നമ്മുടെ കർത്താവിൻ്റെ ഹൃദയമാണ്. സ്തോത്രമായ പൗലോസ് പ്രവൃത്തികളുടെ പുസ്തകം 26-ാം അധ്യായം 28-29 വാക്യങ്ങളിൽ അഗ്രിപ്പ രാജാവ് പൗലോസിൻ്റെ ശക്തമായ ഇടിമുഴക്കം പോലെയുള്ള ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രഘോഷണം, ആ സന്ദേശം കേട്ടുകഴിഞ്ഞപ്പോൾ അഗ്രിപ്പ രാജാവ് പൗലോസിനോട് പറയുക, ഞാൻ ക്രിസ്ത്യാനിയാകാൻ നീ എന്നെ അല്പം കൊണ്ട് സമ്മതിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. നോക്കിക്കേ, പ്രസംഗം കേട്ടപ്പോഴത്തേക്ക് അഗ്രിപ്പ രാജാവ് പറയുക, നിന്റെ ഈ പ്രസംഗം ഞാൻ കേട്ടു, അതിനകത്തൂടെ എനിക്ക് മനസ്സിലായ കാര്യം, നിന്റെ പ്രസംഗം കൊണ്ട് നീ ഉദ്ദേശിക്കുന്നത് ഞാൻ എന്ത് ചെയ്യണം? ക്രിസ്ത്യാനിയാകണം. അതാണ് നിന്റെ ലക്ഷ്യം. അല്പം കൊണ്ട് സമ്മതിപ്പിക്കുന്നു. എന്താ പൗലോസിൻ്റെ മറുപടി? അതിന് പൗലോസ്, നീ മാത്രമല്ല, ഇവിടെ എൻ്റെ പ്രസംഗം കേൾക്കുന്ന എല്ലാവരും അല്പം കൊണ്ടാകട്ടെ അധികം കൊണ്ടാകട്ടെ ഈ ചങ്ങല ഒഴികെ, തൻ്റെ കയ്യിൽ കിടക്കുന്ന ചങ്ങലയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുക, ഈ ചങ്ങല ഒഴികെ സകലത്തിലും എന്നെ പോലെ ആകണമെന്ന് ഞാൻ എൻ്റെ ദൈവത്തോട് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അഗ്രിപ്പ രാജാവിൻ്റെ മുഖത്ത് നോക്കി പറയുക, അഗ്രിപ്പാവേ, നീ എന്നോട് പറഞ്ഞില്ലേ പൗലോസേ, നീ എന്നെ അല്പം കൊണ്ട് ക്രിസ്ത്യാനിയാകാൻ സമ്മതിപ്പിക്കുന്നു എന്ന്. അതെ അഗ്രിപ്പാവേ, അല്പം കൊണ്ടോ അധികം കൊണ്ടോ ആകട്ടെ, ആമേൻ, നീ മാത്രമല്ല, ഇവിടെ ഈ പ്രസംഗം കേൾക്കുന്ന എല്ലാവരും ഈ ചങ്ങല ഒഴികെ, എന്റെ പോലെ ചങ്ങല ധരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പകരം എന്നെ പോലെ എന്ന് പറഞ്ഞാൽ അകത്തൊരു രക്ഷയുടെ സന്തോഷം ഉള്ള എന്നെ പോലെ, ഏത് കാരാഗ്രഹത്തിനകത്ത് കൊണ്ടിട്ടാൽ അവൻ പതറാതെ നിൽക്കുന്ന എന്നെ പോലെ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർപിരിക്കുന്നത് ആരെന്ന് ചോദിക്കുന്ന എന്നെ പോലെ, ഉലകത്തിലെ യാതൊരു ശക്തിക്കും യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിടിപ്പിക്കാൻ കഴിയില്ല എന്ന് ഉറച്ചിരിക്കുന്ന എന്നെ പോലെ നീ ഒരു ഉത്തമ ക്രിസ്ത്യാനിയായി മാറാ, ഒരു നല്ല ദൈവവൈദ്യനായി മാറാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന സകല വ്യക്തികളോടും ഞങ്ങൾക്ക് പങ്കുവയ്ക്കാനുള്ള ദൂത്, നിങ്ങളെല്ലാവരും കർത്താവിനെ അറിയണം, നിങ്ങളെല്ലാവരും രക്ഷിക്കപ്പെടണം, ഈ രക്ഷയുടെ സന്തോഷം അനുഭവിക്കണം. ഞങ്ങൾ അനുഭവിക്കുന്ന ആത്മസന്തോഷം, ഞങ്ങൾ അനുഭവിക്കുന്ന സ്വർഗീയ പ്രത്യാശ, അത് നിങ്ങൾ അനുഭവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുക, സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണമെന്ന് തന്നെ എൻ്റെ ഹൃദയവാഞ്ചയും ദൈവത്തോടുള്ള യാചനയുമാകുന്നു. വചനം കേൾക്കുന്നവർ ഒരുപക്ഷെ ആരെങ്കിലും ചിന്തിച്ചേക്കാം, ഞങ്ങളെങ്ങനെയാണ് രക്ഷിക്കപ്പെടേണ്ടത്? ഞങ്ങളെങ്ങനെയാണ് ഈ രക്ഷകനെ കണ്ടെത്തേണ്ടത്? ഞങ്ങളെങ്ങനെയാണ് രക്ഷിക്കപ്പെടേണ്ടത്? പൗലോസ് അവൻ അവിടെ തന്നെ നമ്മോട് സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ റോമർ 10:9-10 വാക്യങ്ങൾ വായിക്കാം. യേശുവിനെ കർത്താവെന്ന് വായ കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. അവിടെ പറയുക, നസറേത്തിലെ യേശുവിനെ, പ്രൈസ് ലോർഡ്, യഹൂദന്മാരുടെ രാജാവെന്ന് നിങ്ങൾ പറഞ്ഞ യേശുവിനെ
തച്ചൻ്റെ മകനെന്ന് നിങ്ങൾ പറഞ്ഞ യേശുവിനെ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ, പത്രോസിൻ്റെ ഭാഷ, നിങ്ങൾ ക്രൂശിച്ചു കൊന്ന യേശുവിനെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന ഈ ദൈവവചന സന്ദേശം കേൾക്കുന്നവരെ, ക്രിസ്ത്യാനിയുടെ ദൈവമെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന യേശുവിനെ, ക്രിസ്ത്യാനിയുടെ ദൈവം മാത്രമല്ല മുഴു ലോകത്തിൻ്റെയും ദൈവമാണെന്നും അവൻ മാത്രമാണ് സകലത്തിൻ്റെയും ഉടയവനെന്നും അവനാണ് പാപത്തിൻ്റെ പരിഹാരം വരുത്തുവാൻ കാൽവറിയിൽ പരമയാഗമായി തീർന്നവനെന്നും അവൻ്റെ രക്തം മനുഷ്യജാതിയെ സകല പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നുവെന്നും അവൻ മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനാണെന്നും അവൻ സകല മനുഷ്യന്റെയും രക്ഷിതാവും കർത്താവുമാണെന്ന് നിങ്ങൾ അവനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ കൊണ്ട് യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയുകയും ചെയ്താൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. നിങ്ങളൊരു ദൈവ പൈതലായി മാറും. ഓ ഹൗറമന ഹസ്തര ഞങ്ങൾ ഇന്ന് പകൽക്കാലം ഈ ദൂത് പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഇതാകുന്നു സുപ്രസാദ കാല, ഇതാകുന്നു രക്ഷാ ദിവസ പറയുക. മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഒരു മതങ്ങൾക്കും കഴിയില്ല. മനുഷ്യന്റെ പാപപരിഹാരങ്ങൾക്ക് ഒരു വിശ്വാസാചാരങ്ങൾക്കും കഴിയില്ല. മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്താൻ ഒരു ആചാര അനുഷ്ഠാനങ്ങൾക്കും കഴിയില്ല. മനുഷ്യന്റെ ഒരു പ്രവൃത്തിക്കും കഴിയുകയില്ല. കാരണം ബൈബിൾ പറയുന്നു, മനുഷ്യന്റെ പ്രവൃത്തികളൊക്കെ കറപുരണ്ട തുണി പോലെ അത്രേ. എത്ര സൽപ്രവൃത്തി ചെയ്താലും, എത്ര നേർച്ചയിട്ടാലും, എത്ര കാഴ്ചയിട്ടാലും, എത്ര കർമ്മങ്ങൾ ചെയ്താലും, എത്ര അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ചാലും പാപത്തിന് പരിഹാരമില്ല. പാപത്തിന് പരിഹാരം വരണമെങ്കിൽ ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നിങ്ങൾ വരണം. യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ആ കർത്താവ് കാൽവറി ക്രൂശിൽ തന്റെ ജീവൻ ബലിയർപ്പിച്ചു. എനിക്കും നിങ്ങൾക്കും വേണ്ടി, മനുഷ്യജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി. അങ്ങനെ അവന്റെ രക്തം മൂലം നമുക്ക് പാപമോചനം ഉണ്ടാകും. ഈ യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ രക്ഷിതാവായി, നിങ്ങളുടെ യജമാനനായി, കർത്താവായി വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്താൽ, വചനം നമ്മെ പഠിപ്പിക്കുന്നത് പോലെ യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയുകയും ദൈവനെ മരിച്ചവരിൽ ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്ന ആ നിമിഷം നിങ്ങൾ രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വസിക്കണം. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് നിങ്ങളുടെ രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യണം. പൗലോസ് പറയുക, അതാ രക്ഷ. സ്തോത്രം. രക്ഷിക്കപ്പെടും. സ്തോത്രം. രക്ഷിക്കപ്പെട്ടവർക്ക് കരമുയർത്തി സ്തോത്രം ചെയ്യാം. ഈ കർത്താവ് നിങ്ങളെ രക്ഷിച്ച ദൈവമാണ്. ഇന്ന് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ നമുക്കുള്ള സൗഭാഗ്യം റോമാലേഖനം 5-ാം അധ്യായം വീട്ടിൽ പോയി ഒന്ന് വായിക്കണം. സ്തോത്രം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമില്ലാത്ത ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ, സ്വസ്ഥതയില്ലാത്ത ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ, ദൈവസഭയ്ക്കകത്തിരിക്കുക വിശ്വാസികളാ. സ്വസ്ഥത നഷ്ടപ്പെട്ടെങ്കിൽ ആ രക്ഷയുടെ ഉറപ്പ് എവിടെ പോയെന്ന അർത്ഥം. രക്ഷയുടെ ശിരസ്ത്രം തലയിൽ ഉണ്ടോ എന്ന് നോക്കിക്കേ. രക്ഷയുടെ ശിരസ്ത്രം ഉണ്ടാകണം കേട്ടോ. രക്ഷിക്കപ്പെട്ട ദൈവബദലാണെന്ന് ഉറപ്പുണ്ടാകുമ്പോഴാണ് നിനക്ക് സമാധാനം ഉണ്ടാകുന്നത്. ആ ഉറപ്പ് നിന്നപ്പെടുമ്പോഴാണ് പിശാച് നിന്നെ ഭയപ്പെടുത്തുന്നത്, നിന്റെ സമാധാനം നഷ്ടപ്പെടുന്നത്. ഞാൻ രക്ഷിക്കപ്പെട്ട ദൈവബദലാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ, പൗലോസ് പറയുക, അത് നിമിത്തം തന്നെ ഞാനിതൊക്കെയും സഹിക്കുന്നു. കാര്യം എന്താ? ഞാൻ രക്ഷിക്കപ്പെട്ട ദൈവപൈതല. ഇനി പിശാചിന് എൻ്റെ മേൽ അവകാശമില്ല. സ്തോത്രം. സ്തോത്രം. ഞാൻ രക്ഷിക്കപ്പെട്ടതാ. അതുകൊണ്ട് എന്നെ ഭയപ്പെടുത്താൻ പിശാചിന് പറ്റില്ല. കാരണം എനിക്ക് ദൈവസന്നിധിയിൽ പ്രവേശനമുണ്ട്, എനിക്ക് സമാധാനമുണ്ട്. സ്തോത്രം. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടവൻ അനുഗ്രഹം വിശദീകരിക്കുന്നില്ല കേട്ടോ. എല്ലാവരും വായിക്കണം. അങ്ങനെ സമാധാനമുണ്ടെന്ന് മാത്രമല്ല അവിടെ പറയുന്നത്, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം ദൈവസന്നിധിയിലേക്ക് പ്രവേശനവും ലഭിച്ചിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ട ദൈവവൈദ്യന് ദൈവസന്നിധി ചെല്ലാം. രക്ഷിക്കപ്പെടാത്തവൻ അങ്ങനെ പോകാൻ പറ്റില്ല. കാരണം ദൈവത്തിന് പാപത്തോട് ശത്രുതയാണ്. നീ പാപിയാണെങ്കിൽ പാപിക്ക് ദൈവസന്നിധിയിൽ പോകാൻ പറ്റില്ല.
പാപത്തിന് പരിഹാരം ഉണ്ടാകണം. പാപത്തിന് പരിഹാരമുണ്ടാകാൻ നിന്റെ നേർച്ച കാഴ്ചകൾക്ക് പറ്റില്ല. പകരം പാപത്തിൻ്റെ പരിഹാരകനായ ക്രിസ്തുവിലൂടെ പാപക്ഷമ പ്രാപിച്ച് നീ ഒരു ദൈവപൈതലായും ആമൻ മാറിയെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ സന്നിധിയിൽ ക്രിസ്തു മൂലം നിനക്ക് പ്രവേശനമുണ്ടാകുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവസന്നിധിയിൽ എത്താനുള്ള പ്രവേശനമാണ് രക്ഷിക്കപ്പെട്ട ദൈവപൈതലിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം. തീർന്നില്ല. അങ്ങനെ രക്ഷിക്കപ്പെട്ട ദൈവപൈതലിന് ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയുണ്ട്. ഈ ലോകത്തിൽ എല്ലാം നഷ്ടമായാലും ഒരു തേജസ്സിൻ്റെ ജീവിതം ഉണ്ടെന്നുള്ള പ്രത്യാശ അതുകൊണ്ട് മാത്രമല്ല, കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു. ദൈവപൈതൽ ലോകത്ത് കഷ്ടമുണ്ട്, പ്രയാസമുണ്ട്. പക്ഷേ അത് നിനക്ക് തന്നിരിക്കുന്ന ഒരു സഹിഷ്ണുത ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ആ സഹിഷ്ണുതയുള്ള നിനക്ക് അല്ലേ ഒരു സിദ്ധതയുണ്ടാകും. അവിടെ സിദ്ധത എന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവമെന്ന ഒരു ആത്മീയ പക്വതയെന്ന അങ്ങനെ ആത്മീയ പക്വതയുള്ളവന് നിത്യപ്രത്യാശയുണ്ടെന്ന സ്തോത്രം. പൗലോസ് ഇതൊക്കെ അനുഭവിച്ചേച്ച് പറയുക, ഇതില്ലാത്ത നിങ്ങളോട് ഞാൻ പറയുക, നിങ്ങളെല്ലാവരും രക്ഷിക്കപ്പെടണം. ഞാൻ അനുഭവിക്കുന്ന നിത്യപ്രത്യാശയിലേക്ക് വരണം. ഞങ്ങൾ അനുഭവിക്കുന്ന നിത്യ സമാധാനത്തിലേക്ക് വരണം. ഞാൻ അനുഭവിക്കുന്ന നിത്യ സന്തോഷത്തിലേക്ക് വരണം. ഞാൻ നടന്നു പോകുന്നത് പോലെ എപ്പോഴും ദൈവസന്നിധിയിൽ നിങ്ങളും പ്രവേശിക്കണം. ഇതില്ലാത്തവരോട് പറയാം, നിങ്ങൾ രക്ഷിക്കപ്പെടണം. നിങ്ങൾക്ക് വീട് കിട്ടണമെന്നോ കാറ് കിട്ടണമെന്നോ അല്ല, അതെല്ലാം ഇവിടെ തീരും. പക്ഷേ രക്ഷിക്കപ്പെട്ടവരങ്ങ് നിത്യതയിൽ പ്രതിഫലമാ, നിത്യ ജീവിതമായി. നമ്മുടെ കണ്ണുകളെ ദൈവമുമ്പാകെ നമുക്കൊന്ന് അടയ്ക്കാം. ഹൃദയങ്ങളെ ഒന്ന് ആത്മാർത്ഥമായി ഒന്ന് ഏകാഗ്രമാക്കാം. കർത്താവേ, ഇന്ന് ഞാൻ അങ്ങയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം ഞങ്ങളോട് വ്യക്തമായി സംസാരിച്ചല്ലോ. പൗലോസിൻ്റെ ആഗ്രഹം അവർ രക്ഷിക്കപ്പെടണം. ഞങ്ങളുടെ ചാർച്ചക്കാർ രക്ഷിക്കപ്പെടണം. നമ്മുടെ ചാർച്ചക്കാരെക്കുറിച്ച് നമ്മുടെ ആഗ്രഹം എന്താ? നമ്മുടെ ബന്ധുക്കളെക്കുറിച്ച് നമ്മുടെ ആഗ്രഹം എന്താ? നമ്മുടെ അയൽക്കാരെക്കുറിച്ച് നമ്മുടെ ആഗ്രഹം എന്താ? നമ്മുടെ ദേശത്തെക്കുറിച്ച് നമ്മുടെ ആഗ്രഹം എന്താ? ഹൃദയ വാഞ്ച എന്താ? സ്തോത്രം. അവർ രക്ഷിക്കപ്പെടണം. അവർ രക്ഷിക്കപ്പെടണം. ഈ ഭാരം ദൈവത്തിൻ്റെതാ. ദൈവം ഈ ഭാരം നിൻ്റെ അകത്ത് തന്നിട്ടുള്ളത്. ഈ ഭാരം നിനക്ക് തന്നത് പ്രാർത്ഥിക്കാനാ. തീർന്നില്ല. ഈ ഭാരം നിനക്ക് തന്നത് സുവിശേഷവുമായി പോകാനാ. പൗലോസ് തൻ്റെ കഴിവ് മുഴുവൻ ഉപയോഗിച്ച് ഈ സുവിശേഷവുമായി എല്ലായിടത്തും പോയി. അവസാനം അവൻ്റെ പ്രാണന് ഹാനി വരുമെന്ന ഘട്ടത്തിൽ പോലും പറഞ്ഞത്, ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല എന്ന എൻ്റെ ഓട്ടം ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയണമെന്നും കർത്താവ് തന്ന ശുശ്രൂഷ തികയ്ക്കണമെന്നുമാണ് എൻ്റെ ആഗ്രഹം. ഇന്ന് പകൽ ഈ ഭാരമകത്തുള്ളവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല, അവർ ഓടും. ഭാരമകത്തുള്ളവർക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല, അവർ കരയും. ഇന്ന് പകൽക്കാലം കരയാം. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി പോകാം. നന്മ സുവിശേഷിക്കുന്നവരുടെ കാല് എത്ര മനോഹരം. ഇന്ന് പകൽക്കാലം നമ്മുടെ കണ്ണുകളെ ദൈവമുമ്പാകെ അടയ്ക്കാം. ഓ ഹല്ലേലൂയ. അവർ രക്ഷിക്കപ്പെടണം, ഇവർ രക്ഷിക്കപ്പെടണം, എല്ലാവരും രക്ഷിക്കപ്പെടണം. നമ്മുടെ ദേശം വിടുവിക്കപ്പെടണം, കുടുംബങ്ങൾ വിടുവിക്കപ്പെടണം. കരുനാഗപ്പള്ളി ദേശം വിടുവിക്കപ്പെടണം, ഈ വെസ്റ്റ് ഹില്ലുടെ പ്രദേശം വിടുവിക്കപ്പെടണം, ഇവിടെയുള്ള ജനം രക്ഷിക്കപ്പെടണം, നമ്മുടെ സംസ്ഥാനത്തുള്ള ജനങ്ങൾ രക്ഷിക്കപ്പെടണം, നമ്മുടെ രാജ്യം വിടുതൽ പ്രാപിക്കണം. കണ്ണുകളെ അടയ്ക്കാം. ആ ഭാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നിയോഗത്തോടെ അതിനുവേണ്ടി പ്രവർത്തിപ്പാൻ ദൈവം സഹായിക്കണം. അതിന് പ്രാർത്ഥിക്കാം.